ഇന്നിപ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങളിൽ നിന്നും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പ്രധാനമായും കേജ്രിവാൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ആ, എല്ലാ അംഗീകാരങ്ങളും നേടിക്കൊണ്ട് തന്നെയാണ് ഈ മദ്യനയം നടപ്പാക്കിയെന്ന് കേജ്രിവാൾ പറഞ്ഞു. ഇ ഡി കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഈ 100 കോടി എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ പിന്നീട് അത് 600 കോടിയൊക്കെ ആക്കി പറയുന്നെങ്കിലും കോടതിയിൽ പറഞ്ഞ 100 കോടി 100 കോടി എന്ന് പറയുമ്പോൾ ആ 100 കോടി എവിടെയെന്ന് കേജ്രിവാൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പിന്നെ ആപ്പിനെ തകർക്കുകയാണ് ലക്ഷ്യം, ഇ ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നു. CBIയുടെ കുറ്റപത്രത്തിൽ താൻ പ്രതിയല്ല എന്ന് പറയുന്നു. തനിക്കെതിരെ മൊഴി നൽകിയ 4 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അനുകൂലമായി നൽകിയിരിക്കുന്ന മൊഴികൾ ഇ ഡി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. 200ഓളം പേർ മൊഴി നൽകിയതിൽ 4 പേർ, ഈ 4 പേരുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നേരത്തെ ഡോക്ടർ അരുൺ വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ ഈ 4 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്ര വലിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. CBIയുടെ കുറ്റപത്രം, CBIയുടെ റിപ്പോർട്ടിൽ 31,000 പേജാണുള്ളത്. ഇ ഡിയുടേത് 25,000 പേജാണ്. ഇതിലെവിടെയും തനിക്കെതിരെ തെളിവുള്ളതായി കണ്ടെത്താനായിട്ടില്ല എന്നാണ് കേജ്രിവാൾ പറഞ്ഞത്. കേജ്രിവാളിൻ്റെ അഭിഭാഷകരുണ്ടായിരുന്നു. അഭിഭാഷകരുള്ളപ്പോഴും തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി കൊടുത്ത 5 മിനിറ്റിലാണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും കേജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത്. യഥാർത്ഥ അഴിമതി നടന്നിരിക്കുന്നത് ഇ ഡി അന്വേഷണത്തിന് ശേഷമാണെന്ന് കേജ്രിവാൾ പറയുന്നു. അറസ്റ്റിലായ ശരത് റെഡ്ഡിയിൽ നിന്ന് BJP 55 കോടി കൈപ്പറ്റിയെന്ന് മാത്രമല്ല, ഇപ്പോഴും BJPയും റെഡ്ഡിയും തമ്മിൽ പണമിടപാട് നടക്കുന്നുണ്ട് എന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടി കേജ്രിവാൾ എന്ന് പറയുന്നുണ്ട്. അതിന് ഇ ഡി മറുപടിയായി പറയുന്നത് BJPക്ക് ലഭിച്ച സംഭാവനയ്ക്ക് മദ്യ അഴിമതിയുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ആണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ല എന്ന രൂപത്തിലാകുമോ എന്ന് മനസ്സിലാക്കാനാകുന്നില്ല. ഇ ഡി പറയുന്ന വാദങ്ങൾ അത് തെളിയിക്കുന്ന ഒരു ഘട്ടം എത്തിയിട്ടുമില്ല. തന്റെ പക്കൽ തെളിവുണ്ട് എന്ന് കേജ്രിവാൾ പറയുന്നു. കേജ്രിവാളിനെതിരെ കൃത്യമായ ഈ മൊഴിയല്ലാത്ത തെളിവൊന്നും മുന്നോട്ട് വയ്ക്കാൻ ഇതുവരെ ഇ ഡിക്ക് സാധിച്ചിട്ടുമില്ല. അതിൽ പറയുന്ന ഒരു കാര്യം, കേജ്രിവാൾ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ബലപ്രയോഗത്തിലൂടെ തന്നെ അത് തുറക്കാനുള്ള മറ്റു മാർഗങ്ങൾ ഞങ്ങൾ നോക്കേണ്ടി വരും എന്ന് കൂടി ഇ ഡി ഇന്ന് കോടതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ആ 5 മിനിറ്റിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ വയ്ക്കാൻ ഏതായാലും കേജ്രിവാളിന് സാധിച്ചിട്ടുണ്ട്. അതെന്തായാലും കോടതിയിൽ നിന്ന് ഇന്നിപ്പോൾ 4 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിലേക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഹവാല ഇടപാട് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗോവയിൽ തെരഞ്ഞെടുപ്പിന് ഈ പണം ഉപയോഗിച്ചു, മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന പണം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ പണം ലഭിച്ചു എന്ന് മൊഴി നൽകിയവരെ കൂടെ ഇരുത്തി കേജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സമയം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഈ 4 ദിവസം കൊടുത്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് യഥാർത്ഥത്തിൽ മോദി അധികാരത്തിൽ വരുന്നതിന് കാരണമായിരിക്കുന്നത് പോലും കേജ്രിവാൾ ഉൾപ്പെട്ട ആ ഒരു പ്രക്ഷോഭമാണല്ലോ, അഴിമതി വിരുദ്ധ പ്രക്ഷോഭം. അതെ, അപ്പോൾ ആ പ്രക്ഷോഭത്തിലൂടെയാണ് മോദി യഥാർത്ഥത്തിൽ അധികാരത്തിലേറിയത്. പക്ഷേ അധികാരത്തിലേറിയ ശേഷം ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ എതിരാളിയായി വരുന്നു കേജ്രിവാൾ എന്നുള്ളൊരു യാഥാർത്ഥ്യം BJP മനസ്സിലാക്കുന്നു, മോദി മനസ്സിലാക്കുന്നു. അതെന്തുകൊണ്ടാണ്? 2 പാർട്ടികൾക്കും ഇടയിലുള്ള അകലം കുറവാണ്, അല്ലെങ്കിൽ 2 പാർട്ടികളുടെ നിലപാടുകൾ ഒരു തരത്തിൽ ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിലായാലും പൗരത്വ നിയമത്തിൻ്റെ വിഷയത്തിലായാലും കേജ്രിവാളിൻ്റെ നയം BJPക്ക് സമാനമാണ്. പലപ്പോഴും നമ്മൾ ആപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു അരാഷ്ട്രീയ പാർട്ടിയാണ്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല. അതേസമയം മൃദു ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കോൺഗ്രസിനേക്കാൾ അതേ രൂപത്തിൽ തന്നെ നന്നായി നേരിടാൻ കഴിഞ്ഞിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കാണ്. അതുകൊണ്ടാണ് കോമ്പറ്റീറ്റീവ് ഹിന്ദുത്വ എന്നൊക്കെ ഈ ആപ്പിൻ്റെ നിലപാടിനെ ചില രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ഘട്ടത്തിൽ കേജ്രിവാൾ പറഞ്ഞാണ് ഇന്ത്യൻ കറൻസിയിൽ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രം വെക്കണമെന്നുള്ളത്. അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ ആദ്യം എതിർത്തതോ കോൺഗ്രസോ മറ്റോ മതേതര കക്ഷികളെയല്ല, BJP തന്നെയാണ്. അപ്പോൾ വോട്ട് ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്ന് അന്ന് തന്നെ BJP പറഞ്ഞിരുന്നു. പിന്നീട് 2020 ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഹനുമാൻ ചാലിസ ചൊല്ലി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ മന്ദിരത്തിൽ സന്ദർശനം നടത്തി. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഏത് രൂപത്തിലാണ് ഡൽഹിയിൽ അതേ രീതിയിൽ അവിടെ പ്രാർത്ഥന നടത്തിയതെന്നൊക്കെ കണ്ടാണ്. അപ്പോൾ ഈ തരത്തിൽ തങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് വലിയ രീതിയിൽ കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ഇതിനകം തന്നെ നേരത്തെ പഞ്ചാബിലും ഗുജറാത്തിലും ഗോവയിലും അടക്കം കണ്ടു കഴിഞ്ഞാണ്. ഗുജറാത്തിൽ 12% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കുന്നു. പഞ്ചാബിൽ അധികാരത്തിലേറി. അപ്പോൾ ആ രൂപത്തിൽ വരുന്ന ഘട്ടത്തിൽ എതിരാളികളായ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികളെ ആദ്യം തന്നെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കേജ്രിവാളിനെ ഇല്ലാതാക്കുന്നുണ്ട്. ഇതിപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആപ്പിൻ്റെ MLA-മാർക്ക് തലയൊന്നിന് 25 കോടി വാഗ്ദാനം, അന്ന് തന്നെ ആ വാഗ്ദാനം നൽകുമ്പോൾ പറഞ്ഞത്, നോക്കൂ കേജ്രിവാൾ ജയിലിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേജ്രിവാൾ ജയിലിലേക്ക് പോകുമെന്നുള്ള തീരുമാനം അന്നേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇ ഡി
വന്നിരിക്കുന്നു. ഇ ഡി അപ്പോൾ എങ്ങനെ ടൂളായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. Meet the editors.